റസൽമേനിയ 40 റോക്ക് വേഴ്സസ് ജിൻഡർ മഹൽ ഇവർക്ക് മാച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജിൻഡർ മഹൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അതിനോടൊപ്പം CM പങ്ക് റസൽമേനിയയിൽ സെത്ത് ഡ്രൂ മെക്കിൻടയർ ഇവരുടെ ചാമ്പ്യൻഷിപ്പിൽ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയി വരുമെന്ന് 2-3 ദിവസം മുൻപേ അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നു. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് റോക്ക് വേഴ്സസ് ജിൻഡർ മഹൽ ഇവർക്ക് റസൽമേനിയയിൽ മാച്ച് വരുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ ന്യൂസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വരാനുള്ള കാരണം ജിൻഡർ മഹൽ തന്നെ റോക്കുമായിട്ട് ഒരു മാച്ച് വേണമെന്നും റോക്കിനെ താൻ റസൽമേനിയയിൽ ചാലഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. അതായത് ഇവർക്ക് മുൻപ് റോ എപ്പിസോഡിൽ ഒരു സെഗ്മെന്റ് നടന്നിട്ടുണ്ട്. റോക്ക് വന്ന് ജിൻഡർ മഹലിനെ അറ്റാക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഒരു സെഗ്മെന്റ്. അത് വെച്ചുകൊണ്ട് ഇവർക്ക് റസൽമേനിയയിൽ മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ജിൻഡർ മഹലിന് വളരെയധികം സന്തോഷമായിരിക്കുമെന്നും തൻ്റെ റെസ്ലിംഗ് കരിയറിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും അത് എന്നാണ് ജിൻഡർ മഹൽ പറഞ്ഞിട്ടുള്ളത്. അതായത് റോക്കിന്റെ കൂടെ മാച്ച് ചെയ്യുക, അതും റസൽമേനിയയിൽ ചെയ്യുന്നതാണ് തൻ്റെ സ്വപ്നമെന്ന്. നോക്കാം ഈ മാച്ച് വരുമോ എന്ന്. അപ്പോൾ ഈ മാച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ WWE ആ ഒരു ടാഗ് ടീം മാച്ച്, അതായത് സെത്ത് കോഡി റോമൻ റോക്ക് ആ ഒരു ടാഗ് ടീം മാച്ച് പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മാച്ച് കാണാൻ സാധിക്കും. അതായത് റസൽമേനിയയിൽ റോക്കിന് ഏതെങ്കിലും ഒരു മാച്ച് കൊടുക്കണം എന്ന ലെവലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോൾ ജിൻഡർ മഹലായിട്ടുള്ള ഈ ഒരു മാച്ചൊക്കെ വെച്ചേക്കാം. പക്ഷേ ഇത് റസൽമേനിയയ്ക്ക് പറ്റിയ മാച്ചാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം ജിൻഡർ മഹലിനെ WWE അതുപോലെയാണ് കാണിക്കുന്നത്. അഥവാ ഈ മാച്ച് വെച്ചാലും മുൻപ് എറിക് റോവനെ തോൽപ്പിച്ചതുപോലെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ റോക്ക് തന്നെയായിരിക്കും വിൻ ചെയ്യുക. അപ്പോൾ ഈ മാച്ച് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ജിൻഡർ മഹലിന്റെ സ്വപ്നമായി മാത്രം മുന്നോട്ട് പോകുമോ എന്ന് കമന്റ് ചെയ്യാം. ഇനി CM പങ്ക് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വരുന്ന കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഈ ന്യൂസ് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ 2 ദിവസം മുൻപൊക്കെ വന്നിട്ടുള്ളതാണ്. ഈ ന്യൂസ് ഞാൻ പറയാതെ വിട്ടത് മറ്റൊന്നും കൊണ്ടല്ല, CM പങ്കിനെ വെച്ച് WWE റസൽമേനിയ ഹോസ്റ്റ് ആയിട്ടാണ് ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ മാച്ചുകൾക്ക് CM പങ്ക് വന്ന് കമന്ററി ചെയ്യുന്നത് പോലെയും, ഉദാഹരണം റോക്ക് റോമൻ സെത്ത് ഡ്രൂ ഇതുപോലെയുള്ള മാച്ചുകൾക്കൊക്കെ ആ സമയത്താണ് ഈ ന്യൂസ് എല്ലാം വന്നത്. അതായത് ഡ്രൂ മെക്കിൻടയർ സെത്ത് റോളൻസ് ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി CM പങ്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മൂവ് CM പങ്കിന്റെ ഇഞ്ചുറി സംഭവിച്ച കൈക്ക് കൊള്ളാണെങ്കിൽ, അതായത് അറിയാതെ കൊള്ളാണെങ്കിൽ തന്നെ CM പങ്കിന്റെ ആ ഒരു 6-7 മാസം എന്നുള്ളതെല്ലാം നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചുറി വെച്ചുകൊണ്ട് WWE ഇങ്ങനെ റിസ്ക് എടുക്കില്ല എന്ന് തോന്നുന്നു. ഇതിനർത്ഥം സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി ഒരിക്കലും വരില്ല എന്നല്ല. CM പങ്കിന്റെ ഇഞ്ചുറിയും നോക്കിക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂസ് 2 ദിവസം മുൻപ് വന്നപ്പോൾ ഞാൻ പറയാതെ വിട്ടത്. പിന്നെ റെസ്ലിംഗ് മാച്ച് ആകുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും അറിയാണ്ട് ഒരു കിക്കെല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നോക്കാം CM പങ്ക് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വരുമോ എന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.